ഇവിടുത്തെ ഒരു ഭരണ സമ്പ്രദായം ഒരു 25 കൊല്ലം മുമ്പ് ഉള്ള സമ്പ്രദായം ഒരു വിഷണറി ലീഡർഷിപ്പ് ഇല്ല അവിടെ. ഇപ്പം നിങ്ങൾ SM കൃഷ്ണയോ അല്ലെങ്കിൽ യെദ്യൂരപ്പയോ അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡു, ആ സ്റ്റേറ്റിനെ അവർ എത്രമാത്രം പൊളിറ്റിക്സ് ഉണ്ടാവും. ഇലക്ഷൻ കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും പൊളിറ്റിക്സ് അല്ലല്ലോ, വികസനമാണ്. അതിനുള്ളൊരു കാഴ്ചപ്പാട് ആർക്കുമില്ല. ഞാൻ പറഞ്ഞ കരുണാകരൻ പോയതിന് ശേഷം ഒരു വിഷണറി മുഖ്യമന്ത്രി, കുറച്ചെങ്കിലും ഒരു എന്താ പറയുക, ദീർഘദർശന അദ്ദേഹം ഉണ്ടായിരുന്നുള്ളൂ. വേറൊരാളും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ BS അച്യുതാനന്ദനെ കുറിച്ചൊക്കെ എല്ലാവരും നല്ലത് പറയും, മരിച്ചു കഴിഞ്ഞാൽ നമ്മളും അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഇത്രയും വികസനം മുരടിപ്പിച്ച വേറൊരു മുഖ്യമന്ത്രി ഇല്ല. അത് തന്നെയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയും അത് തന്നെയാണ് ചെയ്യുന്നത്. അവർക്ക് ഈ ഒരു എന്താ വെച്ചാൽ ഒരു വിഷണറി ലീഡർഷിപ്പ് ഇല്ല. അതായത് ഒരു 50 കൊല്ലം കഴിയുമ്പോൾ കേരളം എങ്ങനെയാവണം, കേരളത്തിൻ്റെ സാധ്യതകൾ എന്താണ്, ഇവരാരും പരിശോധിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി കുറച്ച് വേഗത ഉണ്ടായിരുന്നൊരു മുഖ്യമന്ത്രിയാണെന്ന് പറയാം, പക്ഷേ അതായിരുന്നു കടലാസുകൾ എഴുതി വാങ്ങാൻ ഒന്നും പരിഹാരമായിട്ടില്ല. ദീർഘവീക്ഷണത്തോടുകൂടി കേരളത്തെ കണ്ടിരുന്ന ഒരു മുഖ്യമന്ത്രിമാരല്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. BJPക്ക് മാത്രമേ. ഇപ്പോൾ മോദി വരുന്നതിന് മുമ്പ് അസാധ്യമായ എന്തെല്ലാം നടന്നു. ഇപ്പോൾ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ, നമ്മൾ ഈ 2014 മുമ്പ് എല്ലാ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് തീവണ്ടി കയറുന്നവരാണ്. 2014 മുമ്പ് നമ്മളൊരു തീവണ്ടി സ്റ്റേഷനിൽ പോയ ആദ്യം മൂക്കുവത്തു, അത്ര മാലിന്യങ്ങളായിരുന്നു. തീവണ്ടി കയറിയാൽ നമ്മൾ ആദ്യം ജനലടയ്ക്കും, കാരണം അതിൻ്റെ ട്രാക്ക് മുഴുവൻ മനുഷ്യ വിസർജ്യമായിരുന്നു. സർ, 99% തീവണ്ടികളും ബയോ ടോയ്ലറ്റായി. ഇന്ത്യയെപ്പോലൊരു സ്റ്റേറ്റിൽ ഇത്രയും ദീർഘമായിട്ടുള്ളൊരു റെയിൽ, ഇത്രയും ട്രെയിനുകളുള്ള 99%, ഇനി 1% പാസഞ്ചർ തീവണ്ടികളിൽ മാത്രമേ ബാക്കിയുള്ളൂ. അസാധ്യമായ പലതും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു, അസാധ്യമായ പലതും ഇവിടെ നടന്നിട്ടുണ്ട്. മോദി വരുമ്പോൾ നമ്മളെ ടെലികോം എല്ലാ BSNLൻ്റെ സ്ഥലങ്ങളും ജപ്തിയിലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് വലിയ സമരമായിരുന്നു, തൊഴിലാളികളെ പിരിച്ചുവിടും എന്ന് പറഞ്ഞാൽ അത്ര കടത്തിലായിരുന്നു. ഇന്ന് വളരെ പ്രോമിസിംഗ് ആയിട്ട് അത് കയറി വന്നില്ലേ. മോദി സർക്കാർ വരുമ്പോൾ ഇൻഷുറൻസ് സെക്ടർ എന്തായിരുന്നു, വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഇവിടെ ഇൻഷുറൻസ് ജീവനക്കാർ മുഴുവൻ സമരത്തിലായിരുന്നു. കാരണം പ്രൈവറ്റൈസേഷൻ വരുന്നു, തകരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇന്ന് LIC എന്താണ്, രാഹുൽ ഗാന്ധി പറയുകയാണ് LIC എല്ലാം അദാനിക്ക് കൊടുത്തു എന്ന്. വെറും 6% മാത്രമാണ് പ്രൈവറ്റ് ഇത് പിന്നെ അദാനിക്ക് കൊടുത്തുള്ളൂ. 20% പിന്നെ SBI കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ. ഇന്ന് LIC ലാഭത്തിലായി. ഞാൻ പറയുന്നത് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് മോദി വരുമ്പോൾ എന്തായിരുന്നു, വളരെ ദയനീയമായിരുന്നു. ഇന്നത് വലിയൊരു പ്രോമിസിങ് ബിസിനസ്സായിട്ട് മാറി. ഇതുപോലെയെല്ലാം കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് അസാധ്യമെന്ന് വിചാരിക്കുന്ന പലതും നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനമാണ് ഇവിടെ വേണ്ടത്. താങ്കൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞല്ലോ. താങ്കളുടെ പാർട്ടി BJP കേരളത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും? അല്ല, ഞാൻ പറഞ്ഞില്ല, അത് 3-4 കാര്യങ്ങൾ അടിയന്തരമായിട്ടുണ്ട്. ഒന്ന്, ഇവിടുത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് കേരളം. മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത വിധം തലച്ചോറുള്ള ചെറുപ്പക്കാർ ഇവിടെ ഉണ്ട്. അവർക്ക് ഇവിടെ തന്നെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ആവശ്യമായ, സംരംഭകത്വം വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള അടിയന്തര നടപടിയാണ് ഒന്നാമതായിട്ട് വേണ്ടത്. രണ്ടാമത്, കേരളത്തിൽ ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റാണ്. നമ്മൾക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ പിന്നെ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങി അന്നം കഴിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. മൂന്നാമത്തത്, ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഭീഷണി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശമ്പളവും പെൻഷനും കൊടുക്കാനും മാത്രമായിട്ട് നമ്മുടെ റവന്യൂ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ റവന്യൂ ഡെഫിഷ്യൻസി, ഇത് പിന്നെ ഗ്രാൻഡ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന സ്റ്റേറ്റ് കേരളം. എന്താ കാരണം, നമ്മളെ റവന്യൂ ആകെയുള്ളത് ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ, ഈ 3 കൊടുക്കാനാണ്. പിന്നെ ഒന്നും കാശില്ല. അപ്പോൾ ഈ 3 സെക്ടറിലും നമ്മൾ അടിയന്തരമായിട്ട് ചേഞ്ച് വരുത്തണം. എൻ്റെ അടുത്ത 3 ചോദ്യം താങ്കൾ ഇപ്പോൾ പറഞ്ഞ ഉത്തരം. അതെ, അതായത് അവിടെ റവന്യൂ വർദ്ധിക്കണം, നമുക്ക് സംരംഭകത്വം വളരണം, നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ തന്നെ അവസരങ്ങളുണ്ട്. അതിനെയൊക്കെ പ്രയോജനപ്പെടുത്തുമ്പോൾ കേരളം ഓട്ടോമാറ്റിക്കലി ഡെവലപ്പ് ആവും.